നമസ്കാരം. തീർത്ഥാടകർക്കായി ഒരുക്കിയ ക്യാമ്പിൽ നിന്നും ചെറിയ പുക ഉയർന്നതിന് പിന്നാലെ മഹാകുംഭമേളയിൽ അഗ്നിബാധ. രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധ നേടിയ ചടങ്ങായ മഹാകുംഭമേളയ്ക്കിടെയാണ് തീപിടുത്തമുണ്ടായത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് സംഭവം നടന്നത്. കുംഭമേളയ്ക്കിടെ നടന്ന വൻ തീപിടുത്തത്തിൽ നിരവധി ടെന്റുകൾ കത്തിനശിച്ചു. തീർത്ഥാടകർക്കായി ഒരുക്കിയ ക്യാമ്പിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് തീ ആളിക്കത്തിയത്. കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലെ സെക്ടർ 19 ടെന്റുകളിലാണ് തീ പടർന്നത്. ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കുന്ന കുംഭമേള നടക്കുന്നതിനിടെയാണ് അപകടമെങ്കിലും ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരമില്ല. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയതായാണ് വിവരം. തീ നിയന്ത്രണ വിധേയമാക്കിയെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. പ്രയാഗ്രാജിലെ ശാസ്ത്രി പാലത്തിന് സമീപമാണ് തീ കണ്ടത്. തീ പിടിച്ചതിനെ തുടർന്ന് സ്ഥലത്ത് വലിയ രീതിയിൽ പുക ഉയർന്നതും പരിഭ്രാന്തി പരത്തി. തീ കൂടുതൽ സ്ഥലത്തേക്ക് പടരുന്നതിന് മുൻപ് തന്നെ അണയ്ക്കാനായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. തീ പൂർണ്ണമായും അണച്ചെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. 10 ടെന്റുകളാണ് കത്തിനശിച്ചത്. സെക്ടർ 19 ഗീത പ്രസിന്റെ ടെന്റിലാണ് തീ ഉയർന്നതെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. അതേസമയം മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് നേടിക്കൊടുക്കാൻ പോകുന്ന വരുമാനം ഏകദേശം 2 ലക്ഷം കോടി രൂപ ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ. മഹാകുംഭമേള എന്ന പേരിൽ പുതിയ ജില്ല ഉൾപ്പെടെ രൂപവൽക്കരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉത്സവം സംഘടിപ്പിക്കുന്നത്. ഇവിടെ 50 ലക്ഷം മുതൽ 1 കോടി തീർത്ഥാടകരെ വരെ ഉൾക്കൊള്ളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 4000 ഹെക്ടർ സ്ഥലത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാർക്കിംഗ് ഏരിയ മാത്രം 1850 ഹെക്ടറിലാണ്. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് വിലയിരുത്തപ്പെട്ട 40 കോടി ജനങ്ങളിൽ ഓരോരുത്തരും 5000 രൂപ വെച്ച് ചെലവാക്കിയാൽ തന്നെ മേളയിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം 2 ലക്ഷം കോടി രൂപയായിരിക്കും. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിന്റെ കണക്ക് പ്രകാരം പാക്കേജ് ഭക്ഷണം, വെള്ളം, ബിസ്ക്കറ്റ്, ജ്യൂസുകൾ, മീൽസ് എന്നിവ അടങ്ങുന്ന ഭക്ഷണവും വെള്ളവും എന്ന വിഭാഗത്തിൽ നിന്ന് തന്നെ ഏകദേശം 20,000 കോടി വരുമാനം ലഭിക്കും. എണ്ണ, വിളക്കുകൾ, ഗംഗാജലം, വിഗ്രഹങ്ങൾ, ചന്ദനത്തിരി, മതഗ്രന്ഥങ്ങൾ എന്നിവ അടങ്ങുന്ന പൂജാദ്രവ്യങ്ങളും ആരാധനാ വസ്തുക്കൾ ഉൾപ്പെടുന്ന വിഭാഗത്തിൽ നിന്നും 20,000 കോടി രൂപയുടെ വരുമാനമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പ്രാദേശിക അന്തർ സംസ്ഥാന യാത്രകൾ, ടാക്സികൾ, ചരക്ക് ഗതാഗതം എന്നിവ ഉൾപ്പെടെ യാത്രാ സംബന്ധമായ വിഭാഗത്തിൽ 10,000 കോടിയും, വിനോദസഞ്ചാരം, ടൂർ ഗൈഡുകൾ, ട്രാവൽ പാക്കേജുകൾ എന്നിവടങ്ങുന്ന ടൂറിസം വിഭാഗത്തിൽ നിന്നും 10,000 കോടി ലഭിക്കുമെന്നാണ് CAITയുടെ വിലയിരുത്തൽ. താൽക്കാലിക വൈദ്യസഹായ ക്യാമ്പുകൾ, മരുന്നുകൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്നും 3,000 കോടി രൂപ ലഭിക്കാനും സാധ്യതയുണ്ട്.